Watch India's largest kids library only on Jio Hotstar. Download the app now. മര്യാദക്ക് നിങ്ങളുടെ വെപ്പൺസ് ഒക്കെ ഇപ്പൊ തന്നെ താഴെട്ടോ. അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അങ്കിൾ ഇവരെയൊക്കെ മര്യാദക്ക് വിട്ടേക്ക്. കുട്ടി മര്യാദക്ക് വഴിന്ന് മാറ്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ ശിവ എന്നാണ് എന്റെ പേര്. പിടിക്ക്, വേഗം ചെന്ന ചെറുക്കനെ പിടിക്ക്. ഇതിനെങ്ങനെയൊന്ന് നിർത്താൻ പറ്റാ? ഈ തോക്കിനെ ആരെയൊന്ന് നിർത്തണേ, എനിക്കറിയില്ല. ആരെങ്കിലും വെടികൊണ്ടു കഴിഞ്ഞാൽ അതിന് കുറ്റക്കാരൻ ഞാനല്ല. എനിക്ക് തന്നെ അതിനെ നിർത്താൻ പറ്റി. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നശിപ്പിച്ചില്ലേ? എന്തായി? വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. അവരെ രക്ഷിക്കാനൊന്നും ആരും വരാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടി 5 കോടി രൂപ നിങ്ങൾ ചോദിച്ചിരിക്കണം. പണം കിട്ടിയ ഉടൻ അറിയിക്കൂ, ഞാൻ ഹെലികോപ്റ്ററിൽ വരാം. എന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഇവരെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഇപ്പൊ മറന്നേക്കൂ. സ്വന്തം കാര്യത്തെ കുറിച്ച് ഓർക്കൂ. അതായത് നിങ്ങൾ ജയിലിൽ പോകാൻ റെഡി ആയിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഇതാരാണ് സംസാരിക്കുന്നത്? ഇതൊരു കുട്ടിയുടെ ശബ്ദം പോലെയുണ്ടല്ലോ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. എന്നെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് നേരിട്ട് കാണുമ്പോ പറയാം. എവിടുന്ന് സംസാരിക്കുന്നേ? അഡ്രസ് ഒന്ന് പറ. എന്ത്? എന്റെ ആൾക്കാരെയൊക്കെ നീ തല്ലി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്നോ? യെസ്, ഇത് ശിവയാണ്. ശിവ, നിന്റെ ആൾക്കാർ ഇവിടെ 5 പേരുണ്ട്. ഇനിയിപ്പോ 10-15 ആൾക്കാർ വന്നാലും ഇടിച്ച് ചമ്മന്തിയാക്കും. കൊള്ളാം. ഹലോ ഹലോ, എന്തിനൊന്ന് പറയണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശിവ വേദാനഗരത്തിനെ ഒന്നുകൂടി രക്ഷപ്പെടുത്തിയിരിക്കുന്നു, അതും തീവ്രവാദികളുടെ അടുത്തുനിന്ന്. ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. പുതിയ പുതിയ വാർത്തകളാണ് വരുന്നത്. വീനസിറ്റിയിൽ മാഡ് വൈറസ് ബ്രേക്ക് ആവുകയുണ്ടായി. അതും ഈ വൈറസ് വളരെ അപകടം പിടിച്ചതാണ്. ഇത് പടർന്നു കഴിഞ്ഞാൽ നഗരം മുഴുവനും വളരെ അപകടത്തിലാവും. ഇത് നേരത്തെ പടർന്ന നഗരമെല്ലാം ഇതിനോടകം നശിച്ചിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ആന്റിഡോസ് ഇതുവരെ ചെയ്തിട്ടുമില്ല. ഈ മാഡ് വൈറസ് മുഖേന എല്ലാവർക്കും ആദ്യം ചൊറിച്ചിലാണ് ഉണ്ടാവുന്നത്. മുഖം ചുവപ്പായി മാറുന്നു. പതുക്കെ പതുക്കെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഡാമേജ് ആവുന്നു. കൃത്യസമയത്ത് മരുന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ രോഗം പിടിപെട്ടവരെ രക്ഷിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇതിനായിട്ടുള്ള മറുമരുന്ന് നമ്മുടെ നഗരത്തിലുമില്ല, അന്യ നഗരത്തിലുമില്ല. ഇതിനെക്കുറിച്ച് തീവ്രമായി ആലോചിക്കണം. അവന് ഫോൺ ചെയ്ത് പറയാർന്ന് വേഗം മടങ്ങി വരാൻ. ഇവിടെ 5 പേർക്ക് ഈ മാഡ് വൈറസ് അറ്റാക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഇവരെ സ്പെഷ്യൽ കെയർ യൂണിറ്റിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇവരെ കാണുവാൻ ആരെയും അനുവദിക്കില്ല. നമ്മുടെ യൂഡിയ അത്, അവനും വൈറസ് അറ്റാക്ക്. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ ആന്റി, ശിവ സംസാരിക്കുന്നേ. ശിവയോ? യൂഡി ഹോസ്പിറ്റലിലാ മോനെ, വൈറസ് അറ്റാക്ക്. ആന്റി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാം പെട്ടെന്ന് തന്നെ സുഖമാവും. ശിവ, നീ എവിടെയാണ്? എത്രയും പെട്ടെന്ന് പോലീസ് കോൺഫറൻസ് റൂമിലേക്ക് വന്നേ. ശിവ, ഇത് ഡോക്ടർ സെൻ. ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ മാഡ് വൈറസ് ഭയങ്കര അപകടം പിടിച്ച വൈറസാ. മനുഷ്യരിലെങ്ങാനും വന്ന പല വിധത്തിലുള്ള ചേഷ്ടകൾ കാണിക്കും. ഇതൊരു പകർച്ചവ്യാധി ആകും. അങ്ങനെ നഗരം മുഴുവനും ഭ്രാന്താലയമായി മാറും. രോഗം തുടങ്ങുമ്പോൾ തന്നെ ചികിത്സിക്കാൻ തുടങ്ങിയ ഭേദമാകും. എന്റെ കയ്യില് വളരെ കുറച്ച് അതിനുള്ള മറുമരുന്നുണ്ട്. എന്തായാലും കുറച്ചു പേരെ ഗുണപ്പെടുത്താൻ ഇതുകൊണ്ട് സാധിക്കും. പക്ഷെ ഇതിന്റെ വേറൊരു മരുന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും.
വീനസ് സിറ്റിയിൽ ഇത് മുഴുവനായിട്ടും പടർന്നിട്ടില്ല. ഒരു 3-4 പേർക്ക് പിടിപെട്ടിട്ടുണ്ട്. അവിടെ എത്രയും പെട്ടെന്ന് ഈ മരുന്ന് ഇപ്പൊ തന്നെ എത്തിക്കുകയാണെങ്കിൽ ആ മാഡ് വൈറസ് നഗരത്തിൽ മുഴുവനും വ്യാപിക്കുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ സർ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറയൂ. സാറ് വിചാരിക്കുകയാണെങ്കിൽ സാറിന് ഇത് ഹെലികോപ്റ്ററിലോ ഫ്ലൈറ്റിലോ കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ. പക്ഷേ ശിവ, ടെററിസ്റ്റ് അറ്റാക്കില് എയർപോർട്ട് ആകെ തകർന്നിരിക്കല്ലേ? ഹെലികോപ്റ്ററും ഡാമേജ് ആയിരിക്കാണല്ലോ. ഇപ്പോ റെയിൽവേ ട്രാക്കും അവര് മുഴുവനും തകർത്ത് കളഞ്ഞല്ലോ. അതാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ട് വേഗം വരാൻ പറഞ്ഞത്. മലഞ്ചെരിവിലൂടെ സൈക്കിളുമായി 1 മണിക്കൂറിനുള്ളിൽ ഷോർട്ട് കട്ട് വഴിയിൽ ഈ ആന്റിഡോട്ട് നീ വേണം അവിടെ എത്തിക്കാൻ. വേറെ ഒരു വഴി നമുക്ക് കാണാൻ പറ്റുന്നില്ല ശിവ. ശരി, ഞാൻ പോയേക്കാം. ശിവ, ആ വഴിയൊക്കെ വളരെ അപകടം പിടിച്ചതാണ്. രേവ, വീനസ് സിറ്റിയിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തണമെങ്കിൽ വേറെ ഒരു വഴിയും കാണുന്നില്ല. കൂടാതെ യുഡിയെ രക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ശിവ, ഞാൻ നിന്നെ സാറ്റലൈറ്റ് വഴി ട്രാക്ക് ചെയ്തോളാം. നിന്റെ മൂവ്മെന്റ് ഞാനിവിടെ മോണിറ്ററിൽ കണ്ടോളാം. അപ്പപ്പോ നിനക്ക് വിവരം തന്നോളാം. എന്താ പോരെ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ശരി. ശിവ, മണൽക്കോടും കാറ്റ് വരുന്നുണ്ട്. ആ വഴിക്ക് പോകാതെ നോക്ക്. കൂടാതെ ചുഴലിക്കാറ്റ് അടുത്തെത്താറായി. അല്ല, ഈ കാറ്റത്തിങ്ങനെ ഇലകൾ എവിടെ നിന്നാണോ വരുന്നത്? ശിവ, പുറകോട്ട് തിരിഞ്ഞു നോക്ക്. ശിവ, സൈക്കിൾ ഒന്നുകൂടി വേഗം ചവിട്ടിക്കോ. ശിവ, ഞാൻ എന്തായി കാണുന്നേ? ആ കുട്ടിക്ക് നല്ല ധൈര്യം ബുദ്ധിയും കൊടുക്കണേ. ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, എനിക്ക് ഒരു കുഴപ്പമില്ല. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ശിവ രക്ഷപ്പെട്ടു, ശിവ രക്ഷപ്പെട്ടു. ശിവ, നീ അവിടെ നല്ലോണം ശ്രദ്ധിക്കണം. അത് ജെയിന്റ് ലിസേർഡിന്റെ ഏരിയ ആണ്. ശിവ, നീ വേണമെങ്കിൽ അവിടുത്തെ പറന്നു പോകാൻ നോക്ക്. ഓഹോ, ബാറ്ററി വളരെ കുറവാണല്ലോ. ആ ചുഴലിക്കാറ്റിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് എല്ലാ ബാറ്ററിയും തീർന്നു പോയി. വളരെ കുറച്ചേ ഉള്ളൂ. ഇതെനിക്ക് അത്യാവശ്യ സമയത്ത് യൂസ് ചെയ്യാനുള്ളതാ. ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല രേവ, അല്ലെങ്കിൽ പിന്നെ അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായി മാറും. ശിവ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ജയന്റ് ലിസേർഡ് വരുന്നുണ്ട്. വലത്തെ ഭാഗത്തും വരുന്നുണ്ട്. ശിവ, നിന്റെ പുറകെ വരുന്നുണ്ട്. ശിവ, വേഗത കൂട്ട്. നീ വേഗം സൈക്കിൾ ചവിട്ടിയാലേ ശരിയാകൂ. ശിവ, ആ പാറക്കല്ലിന്റെ കൂട്ടത്തിനിടയിൽ ഒരു ലിസർഡ് ഉണ്ട്. അത് പിടിക്കാൻ നോക്കുവാണ്. വേഗം രക്ഷപ്പെട്. സൂക്ഷിക്കേ.
ശിവ, ഇപ്പൊ നിനക്ക് പോവാനുള്ള വഴി മുഴുവനും ക്ലിയർ ആയിരിക്കുന്നു. ക്ലിയർ ആൻഡ് ഔട്ട്. എന്തായാലും നന്നായി. തനിക്ക് എന്തോടെ പറ്റിയത്? എനിക്ക് ആ വൈറസ് പിടിപെട്ടതാ തോന്നുന്നേ. ഇദ്ദേഹത്തിനെ വേഗം ഒന്ന് പരിശോധിക്കുക. ചെല്ല്. ഈ വൈറസ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുക. എത്രയും പെട്ടെന്ന് തടഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ആന്റിഡോട്ട്. പറയൂ ഡോക്ടർ സാറേ. കൊള്ളാം. അത് ശരി. ശിവ എന്ന് പറയുന്ന കുട്ടിയാണ് വരുന്നത്. അല്ല സാറേ, ആ കുട്ടി ഇപ്പൊ തന്നെ എത്തോ? ഓക്കെ ഡോക്ടർ. ഡോക്ടേഴ്സ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ശിവ എന്ന പേരുള്ള ഒരു കുട്ടി ആന്റിഡോട്ട്സുമായി ഇപ്പൊ എത്തും. ഇനി നമുക്കിത് കൺട്രോൾ ചെയ്യാനാവും. ഡോക്ടർ ക്രേസി, എന്നോട് എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്തു പറ്റി? ഇനി എന്ത് പറ്റാനാ? എല്ലാം അറിഞ്ഞിട്ടാണോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ വേദാനഗരം നശിപ്പിക്കാൻ ടെററിസ്റ്റിനെ അയച്ചു. പക്ഷേ അവിടെ ശിവ എന്നൊരു കുട്ടി വന്ന് അവരെയൊക്കെ പിടിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ അവൻ മാഡ് വൈറസിന്റെ ആന്റിഡോട്ടുമായി വന്നുകൊണ്ടിരിക്കുക. എന്ത്? അതെങ്ങനെ സംഭവിക്കുക? ആ ആന്റിഡോട്ട് സാറിന്റെ കയ്യിൽ മാത്രമല്ലേ ഉള്ളത്? വേദ സിറ്റിയിലുള്ള ഡോക്ടർ സൈനിന്റെ അടുത്തും കുറച്ച് ആന്റിഡോട്ട് കയ്യിലുണ്ട്. അത്രയും മരുന്ന് കൊണ്ട് നഗരം മുഴുവൻ രക്ഷപ്പെടുത്താനാവില്ല. പക്ഷേ ഈ വൈറസ് വേദ സിറ്റി മുഴുവൻ പരക്കുകയാണെങ്കിൽ എനിക്ക് മാത്രമേ ഈ സിറ്റിയെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. കാരണം കൂടുതൽ ആന്റിഡോട്ടും എന്റെ കയ്യിലാണുള്ളത്. ഞാൻ ആന്റിഡോട്ട് നിർമ്മിച്ചു കഴിഞ്ഞ ആ വൈറസ് ഇവിടെയാണ് പരത്തിയത്. ഡോക്ടർ ക്രേസി, ഇതിപ്പോ ആകെ കുഴപ്പമായല്ലോ. വേദ സിറ്റിയിലെ ടെററിസ്റ്റ് അറ്റാക്കും ഇപ്പൊ ഫെയിലായി കിടക്കുക. അല്ലെങ്കിൽ 5 കോടി രൂപ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയേനെ. അതെന്റെ പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു. വേദ സിറ്റിയുടെ എയർപോർട്ട് തകർക്കാനും ഹെലികോപ്റ്റർ റെയിൽ റൂട്ട് അതൊക്കെ എനിക്ക് നശിപ്പിക്കണമായിരുന്നു. ആ ഡോക്ടർ സൈനിന്റെ കയ്യിലുള്ള ആന്റിഡോട്ട് ഇവിടേക്ക് വരരുതെന്ന് കരുതി. വേദ സിറ്റിയിൽ ഇത്രയും പ്രശ്നമുണ്ടായതിന് കാരണം ഈ ഞാനാണെന്ന് ആർക്കും ഇതുവരെ സംശയമുണ്ടായിട്ടില്ല. ആ ശിവ എന്റെ കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചു. അവൻ ആന്റിഡോട്ടുമായി വരുന്നുണ്ട്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, ആ കുട്ടി മഹാകേമനാ. അവനെ എന്റെ മുന്നിൽ പുകഴ്ത്തി പറയരുത്. അവനെ ഇല്ലാതാക്ക്. ചെന്ന് തടയൂ. അവൻ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല. ഗോ ഗോ ഗോ. അല്ലെങ്കിൽ ഈ വൈറസ് നിന്റെ ശരീരത്തിൽ ഞാൻ കുത്തിവെക്കും. ശരി ശരി, അവൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ എത്രയും പെട്ടെന്ന് തടഞ്ഞേക്കാം. നീയാണ് ശിവയല്ലേ? അതെ, ഡോക്ടർ സെയിൻ ഈ ആന്റിഡോട്ട് തന്നയച്ചിട്ടുണ്ട്. മരുന്നും കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്തായാലും നന്നായി. ഡോക്ടർ സർ, ഞാൻ ഈ മരുന്ന് കൊണ്ടുവരുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുവരാൻ പാടില്ലെന്ന് ആരോ വിചാരിക്കുന്നു. അവരെന്നെ തടയാൻ ഒരുപാട് ശ്രമിച്ചു. എത്രയും പെട്ടെന്ന് ഈ മരുന്ന് അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ സർ. ചിലപ്പോ ആ ഗുണ്ടകൾ പെട്ടെന്ന് ഇങ്ങോട്ടെങ്ങാനും വന്നാലോ? ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കൊള്ളാം മോനെ, നീ മിടുക്കനാണ്. കൊള്ളാം കൊള്ളാം, ഭയങ്കര കേമനാണ് നീ. രേവ, ഇപ്പൊ ഒരു ഡോക്ടർ എന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് അകത്തേക്ക് പോയി. എനിക്കൊരു സംശയം, ചിലപ്പോ ഇത് അയാളാണോന്ന്. അതായത് ആ ടെററിസ്റ്റിന്റെ ലീഡർ ആണോന്ന്. വോക്കി ടോക്കിയിൽ കേട്ട ശബ്ദം ഇതുപോലെ ഉണ്ടായിരുന്നു. കൊള്ളാം കൊള്ളാം, ഇത് തന്നെ ഞാൻ കേട്ടത്. അപ്പൊ ഇയാൾ തന്നെയായിരിക്കും ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്തത്. ഇവിടെ മരുന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തത് ഇയാളാണെന്ന് തോന്നുന്നു. ലഡു സിംഗ് സർ, എല്ലാ അടവും ഇയാളുടേതായിരുന്നു.
Come on, Shiva. Catch me if you can. നീ വളരെ പെട്ടെന്നാണല്ലോ ഇങ്ങോട്ടെത്തിയത്. But too late. ഇനി നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തിനെങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത്? കാരണം ഈ വൈറസ് ഞാനാണ് ഉണ്ടാക്കിയത്. അതിന്റെ ആന്റിഡോട്ടും എന്റെ അടുത്ത് തന്നെയുണ്ട്. ഈ വൈറസ് മുഴുവൻ പരത്തി എന്റെ ആന്റിഡോട്ട് വിറ്റ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ അതിന്റെ ഇടക്കായിരുന്നു നീ കയറി ഇടപെട്ടത്. എന്റെ പ്ലാൻ അങ്ങനെ വെറുതെ പാഴാവാൻ ഞാൻ ഒരിക്കലും വിടില്ല. ഇതാണ് ഡോക്ടർ ക്രേസി. ഈ മരുന്ന് ഞാൻ കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തരരുതെന്ന് ഇയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഞാൻ ശിവയാണ്. ഡോക്ടർ സെയിനാണ് ഈ മരുന്ന് എനിക്ക് തന്നത്. എത്രയും പെട്ടെന്ന് രോഗികൾക്ക് ഇത് നൽകൂ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ മരുന്ന് വേഗം പിടിക്കേ, അവന്റെ കയ്യിൽ എത്തരുത്. എന്റെ അമ്മോ, ദയവ് ചെയ്ത് എന്നെ അടിക്കരുത്. ഞാൻ സറണ്ടർ ആയിക്കോളാം. എനിക്ക് നിന്റെ അടി പഠിക്കാൻ ഇഷ്ടമല്ല. നീ അകത്തേക്ക് ചെല്ലൂ. നിന്റെ ഫ്രണ്ടിനെ കാണൂ. യൂഡി എന്ന കുട്ടി നിന്റെ ഫ്രണ്ടാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇയാളെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചേക്കാം. യൂഡി, നിനക്കിപ്പോ ഒരു കുഴപ്പമില്ല. നീ സുഖമായിരിക്കുന്നു. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. യൂഡി ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ല രേവ. ശിവ എന്നെ രക്ഷിച്ചു. യൂഡി, അസുഖമൊക്കെ മാറി. താങ്ക് യു ശിവ. യു വെൽക്കം മൈ ഫ്രണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.